നമസ്കാരം. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ തന്നെ പഠിച്ചിട്ടുള്ള ഒന്നാണ് ഗൾഫ് സ്ട്രീം എന്ന ഉഷ്ണജല പ്രവാഹം. ഈ ഉഷ്ണജല പ്രവാഹത്തെ കുറിച്ച് പറയുന്നത് യൂറോപ്പ്, UK, അമേരിക്ക തുടങ്ങിയിടങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ സമശീതോഷ്ണാവസ്ഥ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ സമുദ്രജല പ്രവാഹം. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് ആഗോള സമുദ്രജല പ്രവാഹങ്ങളുടെ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. കാരണം ഇതിന് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. പ്രധാനമായും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിലൊക്കെ തന്നെ അവിടെ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ തണുപ്പിനെ ഒരുവിധം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, അതായത് ജനങ്ങൾക്ക് സഹിക്കുന്ന രീതിയിൽ വലിയ അപകടം കൂടാതെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിൽ ഈ ഉഷ്ണജല പ്രവാഹം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത എല്ലാവരും ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ഗൾഫ് സ്ട്രീം എന്ന സമുദ്രജല പ്രവാഹം തകരാൻ പോകുന്നുവെന്നാണ്. ഏതാണ്ട് 300 വർഷം മുമ്പ് തന്നെ ഇത് ഏതാണ്ട് വടക്കോട്ട് നീങ്ങിയിരുന്നു, വടക്കൻ ഭാഗത്തേക്ക് നീങ്ങി മാറിയിരുന്നു. കൂടാതെ ഇത് ഏതാണ്ട് കഴിഞ്ഞ 200ഓളം വർഷമായി ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ പ്രകൃതിയിലുണ്ടായ വലിയ മാറ്റങ്ങളും ആഗോളതാപനവുമൊക്കെ ആയിരിക്കാം ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു. എങ്കിൽ പോലും ഇത് ഭാവിയിൽ വലിയ തോതിലുള്ള ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നാണ് പറയപ്പെടുന്നത്. അറ്റ്ലാന്റിക് മെറിഡിയൻ ഓവർ ടേണിംഗ് സർക്കുലേഷൻ അഥവാ അമോക് എന്ന് വിളിക്കപ്പെടുന്ന അതിവിശാലമായ ഒരു ജലപ്രവാഹ വ്യവസ്ഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഗൾഫ് സ്ട്രീം. ഈ അമോക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ അമോക് തകരുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, യൂറോപ്പിലെ വലിയൊരു ഭാഗം രാജ്യങ്ങളിലും ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതിഭീകരമായ രീതിയിൽ അവിടെ തണുപ്പ് അനുഭവപ്പെടും. എന്തിനേറെ പ്രധാനപ്പെട്ട പാർലമെൻറ്റ് മന്ദിരങ്ങളും സർക്കാർ മന്ദിരങ്ങളും ഒക്കെ തന്നെ മഞ്ഞ് മൂടി നിൽക്കും എന്നും അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ എത്തുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. UK-യിലാകട്ടെ ഇത് ഏതാണ്ട് 30 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പ് എത്തുമെന്നാണ് കരുതുന്നത്. എന്നാലും വലിയ അപകടകരമായ തോതിൽ സംഭവിക്കില്ല. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ദുരന്തം ഇതുണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ കാലാവസ്ഥയെ, തണുപ്പ് രാജ്യങ്ങളിലേക്ക് തന്നെ കാലാവസ്ഥയെ ജനങ്ങൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ തന്നെ പറ്റിയ രീതിയിലേക്ക് മാറ്റുന്നതിൽ ഈ സമുദ്രജല പ്രവാഹത്തിന് വലിയൊരു പങ്ക് തന്നെയാണ് ഉള്ളത്. അത് തകർന്നാൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലോ മറ്റുമൊക്കെ തന്നെ ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ പേര് ഗൾഫ് സ്ട്രീം എന്നാണെങ്കിലും നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ളത് ഇത് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു സമുദ്രജല പ്രവാഹമായിരിക്കുമെന്ന്. ഇത് അമേരിക്കയും UK-യെല്ലാം ഉൾപ്പെടുന്ന അതിവിശാലമായൊരു ഭൂവിഭാഗത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഈ അമോക് തകരുന്നതിൻ്റെ ഭാഗമായി അതിശക്തമായ തോതിലുള്ള ശീതക്കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല. ചുരുക്കത്തിൽ ഈ ഗൾഫ് സ്ട്രീം തകരുകയാണെങ്കിൽ അത് യൂറോപ്പിൻ്റെ, അമേരിക്കയുടെയൊക്കെ തന്നെ വലിയൊരു ഭാഗത്തിൻ്റെ തകർച്ചയിലേക്കായിരിക്കും നയിക്കുക എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ കണക്കാക്കുന്നത്. ഇത് സംബന്ധിച്ച നിരന്തരമായ പഠനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി തന്നെ ഇക്കാര്യത്തിൽ നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കാലാവസ്ഥയിൽ സാരമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. തണുപ്പ് കാലത്തൊക്കെ തന്നെ തണുപ്പ് വല്ലാത്ത രീതിയിൽ താഴ്ന്നൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഇത് അങ്ങനെ തകരുകയാണെങ്കിൽ പോലും ഒരു 1-2 നൂറ്റാണ്ടുകളെടുത്തായിരിക്കാം ഇത് തകരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് സംബന്ധിച്ചുള്ള ഭീഷണിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അപകടകരമായ ഒരവസ്ഥയാണ്. ഇതിനെ തടയിടാൻ പക്ഷേ നമുക്ക് യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇത് പ്രകൃതി തന്നെയാണ് ഇതിൻ്റെ വിധാതാവ്, പ്രകൃതി തന്നെയാണ് ഇതെല്ലാം തന്നെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഇതിൽ നേരിട്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹം തകർന്നാൽ അത് ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കും. കാലാവസ്ഥ വ്യതിയാനം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഭാവിയിൽ ഇത് വലിയ അപകടം കൂടാതെ കടന്നു കിട്ടാൻ സഹായിക്കുമെന്ന് വേണം കരുതാൻ. എങ്കിലും പൂർണ്ണമായി ഇതിനെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല. ഗൾഫ് സ്ട്രീം തകരുകയാണെങ്കിൽ അത് വലിയൊരു ദുരന്തമായി മാറും എന്നും ഉറപ്പാണ്.